ശ്രീ വി.പി. പത്മനാഭൻ, ഇവിടെ കേസന്വേഷണം അതിൻ്റെതായ വഴിക്ക് നീങ്ങും. അപ്പോഴും ആശങ്കയുളവാക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് തുടക്കത്തിലുള്ള അന്വേഷണം പരമാവധി ശേഖരിക്കാവുന്ന തെളിവുകളുടെ അഭാവം. ഇതൊക്കെ നഷ്ടപ്പെട്ടു, ബോധപൂർവം നഷ്ടപ്പെടുത്തി ചിലർ എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. നേരത്തെ ശ്രീ ഹാഷിം അരിയിൽ പറയുകയുണ്ടായി, അദ്ദേഹം പറഞ്ഞതിന് മധ്യേ പറഞ്ഞതാണ്, എങ്ങനെയോ ജയിച്ചു വന്ന ഒരു സർക്കാർ ഇപ്പോൾ ഒരു തിടുക്കത്തിൽ CBI അന്വേഷണത്തിലേക്ക് വിടുന്നു എന്നുള്ളത്. ഇപ്പോഴും CPM അവരുടെ തോൽവി അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. UDF എങ്ങനെയോ ജയിച്ചു കയറി എന്നാണ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും UDF ആയാലും LDF ആയാലും നവീന്റെ കുടുംബത്തിന് നീതി കിട്ടണം എന്നുള്ളത് പൊതുസമൂഹം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നിലവിലുള്ള തെളിവുകളുടെ എങ്കിലും സമീപ്യത്തിൽ അതിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങട്ടെ എന്ന് തന്നെയല്ലേ ഏവരും ആഗ്രഹിക്കുന്നത്? അല്ല, അതിലെ ഒരു വിഷയം, ഈ ഡിജിറ്റൽ എവിഡൻസ് ഈ കേസിൽ വലിയ തോതിൽ റെലവന്റ് ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ടെലിഫോൺ രേഖകളൊക്കെ ഇനിയും കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 6 മാസത്തിനുള്ളിൽ ചോദിക്കണമെന്നൊക്കെയാണ് പറയാ. പക്ഷേ വിചാരിച്ചാൽ ഒരു കേന്ദ്ര ഏജൻസിക്ക് ഇനിയും അത് പിടിച്ചെടുക്കാൻ പറ്റും. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നാഷണൽ ഇൻഫർമേഷൻ സെന്റർ ഉണ്ട് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദില്. ഇപ്പം സംഭാജി നഗർ അവിടെയാണ്. ആ നാഷണൽ ഇൻഫർമേഷൻ സെന്ററില് ഞാനിപ്പോ നിങ്ങൾക്ക് നടത്തുന്ന ഒരു ഫോൺ കോൾ, അല്ലെ നമ്മളിപ്പോ നടത്തുന്ന ചർച്ച, ഇതൊക്കെ അവിടെ ഓട്ടോമാറ്റിക്കലി ടേപ്പ് ആവുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നാഷണൽ ഇൻഫർമേഷൻ സെന്റർ വിചാരിച്ചാൽ ഇന്ത്യയിലെ ഏത് ഡിജിറ്റൽ എവിഡൻസും, മൊബൈൽ ഫോൺ സംഭാഷണങ്ങൾ, റിളേകൾ, ഇതൊക്കെ പിടിച്ചെടുക്കാൻ, തിരിച്ച് റിട്രൈവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം. എന്തോ അറിയില്ല ഇനിയിപ്പോ അതിന്റെ മറ്റ് സാങ്കേതിക വശങ്ങൾ. അപ്പൊ ഡിജിറ്റൽ എവിഡൻസ് വളരെ റെലവന്റ് ആയ ഒരു കേസാണ്. കാരണം ഈ ദിവ്യ ആർക്കൊക്കെ ഫോൺ ചെയ്തിട്ടുണ്ട്, ആരൊക്കെ ദിവ്യയെ ഫോൺ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ മാധ്യമ പ്രവർത്തകനെ അവിടേക്ക് കൊണ്ടുവരുന്നത് ദിവ്യ വിളിച്ചിട്ടാണോ അല്ലെങ്കിൽ ദിവ്യക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും വിളിച്ചിട്ടാണോ, ഇങ്ങനെ കുറെ ഘടകങ്ങളുണ്ട്. അപ്പം അതുപോലെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യരുത്, ഈ പറഞ്ഞ ഹോസ്പിറ്റലിൽ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും അവിടെ തന്നെ കൊണ്ടുപോയി ചെയ്യിക്കാൻ ആര് തീരുമാനിച്ചു? ആ തീരുമാനമെടുത്ത വ്യക്തി ആരാണ്? അങ്ങോട്ട് എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ വാശി പിടിച്ച് അവിടേക്ക് കൊണ്ടുപോയി? ഇങ്ങനെയൊക്കെ കുറെ വിഷയങ്ങളുണ്ട്. മറ്റൊരു വിഷയം ഈ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഞാൻ കണ്ണൂർ ജില്ലയില് ഈ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട ചില അന്വേഷണങ്ങൾ നടത്തി. അപ്പൊ അവര് പറയുന്നത്, ഈ പെട്രോൾ പമ്പിന് ആദ്യഘട്ടത്തിൽ പെർമിഷൻ കൊടുക്കാതിരിക്കാനുള്ള കാരണം ഇതൊരു വളവിൽ സ്ഥിതി ചെയ്യുന്ന പെട്രോൾ പമ്പാണ്. ഒരു വളവുണ്ടെന്നാണ് പറയുന്നത്. സാധാരണ റോഡിനൊരു വളവുള്ള സ്ഥലത്ത് പെട്രോൾ പമ്പ് അനുവദിക്കാറില്ല. അതിന് കാരണം പെട്രോൾ അടിക്കാനും പെട്രോൾ അടിച്ചതിന് ശേഷവും വാഹനങ്ങൾ പുറത്തേക്ക് വരുന്ന ഒരു സംവിധാനം പെട്രോൾ പമ്പിലുണ്ട്. എക്സിറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഇന്നുമുണ്ട്. അപ്പം ഇന്നെന്ന് പറയുന്ന ആ ഭാഗത്തൂടെ വണ്ടികൾ വന്ന് ഔട്ട് എന്ന് പറയുന്ന ഭാഗത്തുള്ള വണ്ടികൾ പോകുന്നു. അപ്പൊ ഒരു വളവിൽ ഒരു പെട്രോൾ പമ്പ് സ്ഥിതി ചെയ്താൽ അവിടെ അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആ പെട്രോൾ പമ്പിന് പെർമിഷൻ ഡിനൈ ചെയ്തത് എന്നാണ് അവിടെ നിന്നുള്ള ആൾക്കാർ പറഞ്ഞത് ആദ്യഘട്ടത്തിൽ. പിന്നീട് എന്തോ കാരണം കൊണ്ട് അനുവദിച്ചു എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള പെട്രോൾ പമ്പുകൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. ഇപ്പൊ പെട്രോൾ പമ്പ് പഴയ പോലെയൊന്നും അല്ല. പെട്ടിക്കട പോലെ പെട്രോൾ പമ്പ് നാട്ടിലൊക്കെ പൊന്തി വരുന്നുണ്ട്. ഞാൻ എന്റെ വീട്ടിനടുത്ത് ഇവിടെ ഒരു ഇതേപോലെ വളവിൽ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. അത് കണ്ടാൽ തന്നെ അറിയാം അത് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ അവിടെ അപകട സാധ്യതയുണ്ട്. കാരണം ഇപ്പൊ പഴയ പോലെയല്ല, റോട്ടിൽ ഇപ്പോൾ ഹമ്പ് വെക്കുന്നില്ല, ഹമ്പ് വെക്കാത്തൊരു സാഹചര്യവും ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഭൂമിശാസ്ത്രപരമായി യോജിപ്പില്ലാത്ത സ്ഥലത്ത് റോഡിന്റെ സൈഡിൽ പെട്രോൾ പമ്പ് കൊടുത്തു കഴിഞ്ഞാൽ ചില കുഴപ്പങ്ങൾ ഉണ്ടാവും. അതൊരു വശം. ഇതും ആ വശവും ഈ കേസിൽ പെട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അപ്പം കുറെ തടസ്സങ്ങൾ ഉള്ള ഒരു ഫയലായിരുന്നു ബന്ധപ്പെട്ട ഫയല്. ആ ഫയൽ ആരാണ് അവിടെ സബ്മിറ്റ് ചെയ്തത്? ആ ഫയലുമായി ബന്ധപ്പെട്ട് ആരൊക്കെ നവീൻ ബാബുവിനെ വിളിച്ചിരുന്നു? ആ ഫയല് അവിടെ സബ്മിറ്റ് ചെയ്ത വ്യക്തിക്ക് ദിവ്യയായിട്ട് എന്താ ബന്ധം? ഇതൊക്കെ അറിയേണ്ടതാണ്. എന്ത് അടിസ്ഥാനത്തിലാണ് ദിവ്യ ആ പെട്രോൾ പമ്പിന്റെ കാര്യം അവിടെ എടുത്തിട്ടത്? മറ്റൊരു കാര്യം, ഒരു ഔചിത്യം എന്നൊന്നുണ്ട്. ഇപ്പൊ നേരത്തെ താങ്കൾ ചോദിച്ചല്ലോ, ഒരാളുടെ യാത്രയപ്പ് ചടങ്ങിൽ അയാളെ ആരെങ്കിലും വിമർശിക്കുമോ? അപ്പൊ ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്.